നാളുകളായി ഞാൻ ഈ കൂടികൾക്കെല്ലാം വരാറുണ്ടായിരുന്നെങ്കിലും പൂർണ്ണമായും എൻ്റെ ജീവിതം ഒരു വിശുദ്ധ ദൈവത്തിൽ എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെയൊന്നും ആയിരുന്നില്ല. എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് നോക്കിയാൽ തികച്ചും അച്ചടക്കമുള്ള ഒരു ഭവനത്തിലായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. മാതാപിതാക്കളെല്ലാം വളരെ കർശനത്തിലാണ് ഞങ്ങളെ നടത്തിയിരുന്നത്. ഞാനും എനിക്കൊരു സഹോദരിയുമാണ് ഉള്ളത്. മമ്മി വളരെ കർശനത്തിൽ നടത്തിയിരുന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ നിറയെ അശുദ്ധിയും അഴുക്കും എല്ലാമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ആത്മീയമെന്ന് വെച്ചാൽ വൈകിട്ടൊരു സന്ധ്യാപ്രാർത്ഥന, വേദോത്സവ വായന, പള്ളിയിൽ പോക്ക്, അതിനപ്പുറത്തേക്കൊരു ആത്മീയമൊന്നും ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിരുന്നില്ല. ഈ ഹല്ലേലൂയ എന്നുള്ള വാക്കൊന്നും ഞാൻ ഒരിക്കലും കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ക്രിസ്തു എന്നെ സ്നേഹിച്ചുകൊണ്ട് മാത്രം ഈ രംഗത്തേക്ക് കടന്നു വരാൻ എനിക്കിടയായി. എനിക്കറിയാം, എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്കെല്ലാം നോക്കിയാൽ ഞാൻ തികഞ്ഞ ഒരു പരാജയം മാത്രമായിരുന്നു. കേവലം 271 മാർക്ക് മാത്രം മേടിച്ച് ഞാൻ SLC പാസ്സായത്. നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം എനിക്ക് അന്ന് പ്രാഗൽഭ്യമുണ്ടായിരുന്നു എന്നുള്ളത്. അന്ന് എനിക്കറിയാം, എൻ്റെ വായിൽ നിറയെ അശുദ്ധ വാക്കുകൾ, കൂട്ടുകാരെ വിളിക്കുന്നതെല്ലാം, സംബോധന ചെയ്യുന്നതെല്ലാം ഇതുപോലെ അശുദ്ധ വാക്കുകൾ ഉപയോഗിച്ച് മാത്രമായിരുന്നു. ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചിട്ടുണ്ട്, നീ പറയുന്ന വാക്കുകളെല്ലാം നിൻ്റെ വീട്ടിൽ കേട്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. അതുപോലെ മിളച്ചമായിരുന്നു എൻ്റെ ഉള്ളിൽ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ വേറെ വലിയ ഈ സിനിമ കാണുന്നതിനോ ഈ മംഗളം, മനോരമ എന്ന പ്രസിദ്ധീകരണങ്ങളൊന്നും വായിക്കുന്നതിനൊന്നും വിലക്കുണ്ടായിരുന്നില്ല. എൻ്റെ ഹൃദയം രൂപാന്തരപ്പെട്ടു വന്നത് ഈ സിനിമയും ഈ മിളച്ചമായ ഈ നോവലുകളെല്ലാം വായിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള യാതൊരു താല്പര്യവും എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഞാൻ പ്രീഡിഗ്രിക്കായി മൂവാറ്റുപുഴ ദേശത്തേക്കാണ് വന്നത്. നല്ല മാർക്കില്ലാത്തതുകൊണ്ട് ഒരു പ്രൈവറ്റ് കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. ഈ ദേശത്തൂടെ എല്ലാം ഞാനിങ്ങനെ സൈക്കിളിൽ ഒട്ടി കൂട്ടുകാരോടൊത്ത് മേടിച്ച് നടക്കും. വേറെ മദ്യപാനത്തിലേക്കോ പുകവലിയിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. കാരണം എനിക്കെന്തോ അതിന് താല്പര്യമുണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് എനിക്കിപ്പം ഈ വചനത്തിന് വന്നതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, ഇതെല്ലാം എൻ്റെ യേശു എന്നെ അന്ന് തടുത്ത് വഴി നടത്തിയതാണെന്നുള്ളത്. അങ്ങനെ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു. എൻ്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. ഭാഗ്യവശാൽ എൻ്റെ സഹോദരി വിവാഹം കഴിച്ചത് ഒരു ദൈവവൈതലായിരുന്നു. അദ്ദേഹം എന്നെ കരിസ്മാറ്റിക് മീറ്റിങ്ങുകളിലേക്കെല്ലാം വിളിച്ചു കൊണ്ടുപോയി. പതിയെ ഞാൻ വചനം കേൾക്കാൻ തുടങ്ങി. എനിക്ക് ഈ വചനത്തോടൊരു സ്നേഹം വന്നു തുടങ്ങി. ഞാൻ വീട്ടിൽ എൻ്റെ സ്വന്തം എനിക്കൊരു മുറിയുണ്ട്. മുറിയിരുന്ന് ഞാൻ വചനം വായിക്കും. എന്തോ ഒരു ദൈവസ്നേഹം എൻ്റെ ഉള്ളിലേക്ക് പതിയെ വന്നു തുടങ്ങി. എന്നാൽ ഞാൻ ദേവാലയത്തോടും അതുപോലുള്ള അവിടെ പ്രാർത്ഥനായകൾ ക്രമീകരിക്കുന്നതിനുമെല്ലാമായിട്ട് ഞാൻ ചേർന്ന് കുറേ കാലം അങ്ങനെ നടന്നു. എന്നാൽ എനിക്കറിയാം, ഇന്നേക്ക് ഏകദേശം 26 വർഷങ്ങൾക്ക് മുമ്പ് ജൂൺ 2, 1999 ആദ്യമായിട്ട് ഞാൻ കോലഞ്ചേരിയിൽ യുവാക്കൾക്ക് നടക്കുന്ന ഒരു മീറ്റിങ്ങിലേക്ക് ഞാൻ കടന്നുപോയി. ഞാനതിനു മുമ്പും പലപ്പോഴും വചനം കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും എൻ്റെ ജീവിതത്തിലെ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു അത്. അവിടെ പറഞ്ഞ വചനം ഞാൻ ഓർക്കുന്നു. 1 യോഹന്നാൻ 1:9, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്ന്. ഞാൻ വീട്ടിൽ വന്നു. എനിക്കെന്ന് ഞാൻ മുട്ടിന്മേലിരുന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഹൃദയത്തിൽ ഉള്ളായിരുന്ന മ്ലേച്ഛതകൾ, പുറത്ത് പറയാൻ അറക്കത്തക്ക അശുദ്ധികൾ, എല്ലാ വിചാരങ്ങളെല്ലാം എന്നെ ഭരിച്ചിരുന്നു. ഈ നാളുകളായി വചനങ്ങൾ ഈ വേദോസ്തം പിടിച്ച് പള്ളിയിലും പ്രാർത്ഥനകൾക്കൊക്കെ പോകുമായിരുന്നെങ്കിലും എൻ്റെ രഹസ്യപാപങ്ങളൊന്നും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. അതെല്ലാം എൻ്റെ കൂടെ ഞാൻ കൊണ്ടു നടന്നിരുന്നു. എന്നാൽ ഈ കൂട്ടായ്മയിലേക്ക് വന്ന ജീവൻ്റെ വചനം എന്തോ എൻ്റെ ഉള്ളിൽ കുത്തുകൊണ്ട് പോലൊരു വചനമായിരുന്നു അത്. ഞാൻ വീണ്ടും ഞാൻ ആ യോഗങ്ങളിലേക്കെല്ലാം പോകാൻ തുടങ്ങി. ഒരാഹ്വാനം വന്നു, നിങ്ങളുടെ പാപങ്ങളെല്ലാം ഒരു കടലാസിൽ എഴുതി വെച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ. ഞാനതെല്ലാം ചെയ്തു. ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തു. എൻ്റെ പാപങ്ങൾ ഓരോന്നും ലിസ്റ്റ് ഔട്ട് ചെയ്തു. എന്നെ ആരും നിർബന്ധിക്കാതെ തന്നെ ഞാൻ ഉപവാസമെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് എൻ്റെ ഹൃദയത്തിലൊരു സ്വാതന്ത്ര്യം ഞാൻ അനുഭവിച്ചു. അത് പാപക്ഷമയുടെ സ്വാതന്ത്ര്യമായിരുന്നു. എൻ്റെ യേശു ക്രിസ്തു എന്നെ തൊട്ട ഒരു അനുഭവമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞാൻ കൂട്ടായ്മകൾക്ക് സ്ഥിരം പോകുമായിരുന്നെങ്കിലും എന്നും ഒരു ഫ്ലോട്ടിംഗ് അവസ്ഥയിലായിരുന്നു ഞാൻ ഇന്ന് നിന്നിരുന്നത്. വചനത്തിന് കടന്നു പോകും, പ്രകടമായ പാപങ്ങളൊന്നും ഞാൻ അതിലേക്കൊന്നും കടന്നു പോവുകയില്ല. എന്നാൽ ഹൃദയത്തിൽ ചിലപ്പോൾ അശുദ്ധിയെല്ലാം വരും. ദൈവസന്നിധിയിലിരുന്ന് കഴുകും. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എനിക്ക് തന്നെ തോന്നി തുടങ്ങി, എൻ്റെ ജീവിതത്തിൽ പോരാ, ഇതിലൊരു മാറ്റം വരുത്തണമല്ലോ എന്നെല്ലാം തോന്നിയ അവസരത്തിൽ
എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് നാട്ടിലേക്ക്, ഞാനന്ന് എറണാകുളത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ഈ ദേശത്തേക്കൊരു ജോലി ലഭിക്കുമായിരുന്നു നന്നായിരുന്നല്ലോ. ഞാൻ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. എനിക്ക് ഡെൻകെയറിൽ ജോലി ചെയ്യാൻ അന്ന് എനിക്കൊരു സാഹചര്യം കിട്ടി. ദൈവം എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭവനത്തെ സ്നേഹിച്ചിരുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ സ്ഥാപനത്തിൽ അന്ന് ജോലി ലഭിച്ചതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. മറിച്ച് വേറൊന്നുമല്ല. കാരണം എൻ്റെ അമ്മ നിത്യതയിലേക്ക് കടന്നു പോകുവാൻ എനിക്ക് ഈ ജോലി ലഭിച്ചത് കാരണമായി തീർന്നു ഞാൻ പറയും. അതെങ്ങനെയെന്ന് ഞാൻ വിവരിച്ച് പറയാം. എൻ്റെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന തലേ ദിവസം ഞാൻ ദേവദാസനോട് പറഞ്ഞു, മമ്മി ഹോസ്പിറ്റലിൽ പോവുകയാണ്, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. പക്ഷേ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതിന് പകരമായി എന്നോട് പറഞ്ഞത്, സജീവ ഉടനെ വീട്ടിലേക്ക് പോക്കോ, 2 പേർ വീട്ടിലേക്ക് വരും, അമ്മയോട് സംസാരിച്ച് പ്രാർത്ഥിക്കുമെന്ന്. അവിടെ പിറ്റേന്ന് അമ്മയെ നിത്യതയിലേക്ക് ചേർക്കുവാൻ വേണ്ടി ദൈവം അവിടെ ഒരു കാര്യപരിപാടി ഒരുക്കിയതായിരുന്നു. അന്ന് അവർ വീട്ടിൽ വന്ന് അമ്മയോട് സംസാരിച്ചു. വൈകിട്ട് അപ്രതീക്ഷിതമായിട്ട് എന്നോട് പറഞ്ഞു, ഇന്നിവിടെ ഒരു സെൽ മീറ്റിംഗ് വയ്ക്കണമെന്ന്. അവിടെ ദൈവമക്കളെല്ലാം കടന്നു വന്ന് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ അമ്മ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. പിന്നീട് ദൈവത്തിൽ എന്നോട് പറയുണ്ടായി, സജീവിൻ്റെ അമ്മ ഒരു 10 കൊല്ലം ജീവിച്ചിരുന്ന് മരിച്ചാലും ചിലപ്പോൾ നിത്യതയിൽ പോകണമെന്നും ഉണ്ടായിരുന്നില്ല, ഇന്നേ ദിവസം അവർക്ക് വേണ്ടി ഒരുക്കിയതായിരുന്നു എന്ന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും ഞാൻ നന്ദിയുള്ളവനായിരുന്നില്ല. എന്നും മത്സര സ്വഭാവമുള്ളവൻ മാത്രമായിരുന്നു. എൻ്റെ കുടുംബത്തിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. അപ്പോഴും ഞാനൊരു മത്സര സ്വഭാവമുള്ളവൻ മാത്രമായിരുന്നു. ഭാര്യയെ ഞാൻ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ ദൈവമക്കളോടെല്ലാം ചേർന്ന് നിൽക്കുമ്പോൾ എനിക്കറിയാം ആത്മീയയുടെ അന്തസത്ത എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ യേശു ക്രിസ്തുവിൻ്റെ ആ രക്താല കഴുകൾ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് വരുന്നു. അത് അനുഭവിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു. ആ മക്കൾ മത്സരിക്കുമ്പോൾ അതെൻ്റെ കുറവുകളാണെന്ന് മനസ്സിലാക്കുവാനും ദൈവസന്നിധിയിലിരുന്ന് വീണ്ടും വീണ്ടും കരയുവാനും അവർക്ക് വേണ്ടി ഇടവൽ നൽകുവാനെല്ലാം ദൈവം എനിക്ക് ഇന്ന് അവസരം ഒരുക്കി തരുന്നു. ഞാൻ ജോലിയിലായിരിക്കുമ്പോഴെല്ലാം വിശ്വസ്തയോടും ഞാൻ എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കും, ഇത്രമാത്രം, യേശുവേ എൻ്റെ സ്ഥാപനത്തിൽ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ മാത്രം ജോലി ചെയ്യുവാൻ എനിക്ക് ഇടയാക്കണമേ എന്ന് നാളിതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെ വഴി നടത്തിയിരിക്കുന്നു. തുടർന്നുള്ള നാളുകളിലും ഈ ദൈവമക്കളോടും കൂട്ടായ്മയോടും ചേർന്ന് നിൽക്കുവാൻ എനിക്ക് ആഗ്രഹം. എൻ്റെ ഭവനത്തിൽ, എൻ്റെ ദേശത്ത് എല്ലാവരും വിശ്വസ്ത സാക്ഷിയായി നിൽക്കുവാനാണ് എൻ്റെ ആഗ്രഹം. അതിനെല്ലാത്തിനും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറട്ടെ.